സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നത്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥിതി ഗുരുതരമാകും. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. ഓരോ വർഷവും ചൂട് ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അൾട്രാവയലറ്റ് ഇൻഡെക്സ് റെഡ് അലർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ജില്ലകളിൽ 35 ഡിഗ്രിക്ക് മുകളിലാണ് ശരാശരി ചൂട്. പാലക്കാട് 38 എത്തിയപ്പോൾ UV ഇൻഡെക്സും അവിടെ ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളായ വയനാടും ഇടുക്കിയിലും ചൂട് 35 ഡിഗ്രി കടന്നു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകും. UV ഇൻഡെക്സ് പല സ്ഥലങ്ങളിലും കൂടുന്നതായിട്ട് നമ്മുടെ കാലാവസ്ഥാ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UV ഇൻഡെക്സിനെ തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ വാർമിംഗ് ഒരു ഇൻഡയറക്ട്ലി അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മഴ ഒരു എൻഡ്, പിന്നെ വരൾച്ച അത് വേറൊരു എൻഡ്. അപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്ട് കൊണ്ട് തന്നെ ഈ ക്ലിയർ സ്കൈ കണ്ടീഷൻസ് പ്രൊലോങ് ചെയ്യിപ്പിക്കുകയും ഒരു ഡ്രൈ കണ്ടീഷൻ പ്രൊലോങ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് കൂടുന്നത് പതിവാണെങ്കിലും വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ഇത്ര ഉയരുന്നതാണ് ആശങ്ക. ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. അന്തരീക്ഷത്തിനും കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിക്കും. മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസത്തിന്റെയും സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തന്നെ സഹിക്കാനാകാത്ത ചൂടാണ് പകൽ സമയത്തൊക്കെ. ഇനിയും ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുമ്പോൾ എത്രത്തോളം ആശങ്കപ്പെടണം നമ്മൾ? ശ്രുതി, സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ തൊഴിൽ സമയത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഈ ഫെബ്രുവരി മാസത്തിൽ പോലും അങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് സംസ്ഥാനത്ത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നും നാളെയും ഒക്കെ ഇപ്പോൾ ഉള്ള താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് ഉയരാം, താപനില കൂടാം എന്ന ഒരു മുന്നറിയിപ്പാണ് വന്നിട്ടുള്ളത്. 6 ജില്ലകളിൽ ഇതിന്റെ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ 36, അതോടൊപ്പം തന്നെ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ്, തിരുവനന്തപുരം ജില്ലയിൽ 34 ഡിഗ്രി സെൽഷ്യസ്, ഇടുക്കി, വയനാട് ജില്ലകളിൽ 33 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് കൂടുതൽ ചൂടിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ മേൽപ്പറഞ്ഞ ഈ ജില്ലകളിലൊക്കെ തന്നെ ഇന്നും നാളെയും ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ അറിയാം, പുറത്ത് പണിയെടുക്കുന്ന ആളുകളുടെ കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ തൊഴിൽ സമയം ക്രമീകരിക്കുന്നതിനുള്ള ഉത്തരവൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. മറ്റൊന്ന് വേനൽ മഴയിലെ കുറവാണ്. കാര്യമായ വേനൽ മഴ സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല. ഡാമുകളിൽ ജലനിരപ്പ് ഗണ്യമായി കുറയുകയും ചെയ്യുന്നുണ്ട്. ശുദ്ധജല ലഭ്യത അത് മറ്റൊരു ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. കാരണം കൃത്യമായി വേനൽ മഴ ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ ഡാമുകളിലെ ജലനിരപ്പ് കുറയുകയും ഈ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിൽ പോകുന്ന ഒരു നിലയും ഉണ്ടാകും. ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ഇനിയുള്ള മാസങ്ങൾ, അത് കൂടുതൽ ദിവസങ്ങളുണ്ട്. ജൂണിൽ നമ്മൾ മഴ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് മഴയുണ്ടായില്ലെങ്കിൽ ശുദ്ധജലക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സൂര്യരശ്മികളേറ്റ് ഉള്ള രോഗങ്ങൾ, അതിനുള്ള സാധ്യതകൾ കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. നേത്രരോഗം, ത്വക്ക് രോഗം പോലുള്ള വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, ഈ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക, അങ്ങനെയുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അശ്വതി, അതാണ് വിനോദ്, ഏറ്റവും നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. കുടിവെള്ളക്ഷാമം ഉണ്ടാകുമോ എന്നുള്ളത്. അതിനുവേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുമൊക്കെ നേരത്തെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നോ വിനോദ്? അശ്വതി, ഈ ഡാമുകൾ അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നത് VS സർക്കാരിന്റെ കാലം മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. തോമസ് ഐസക്കിന്റെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഈ മണൽ നീക്കം ചെയ്ത് അതിൽ ഈ സംഭരണശേഷി കൂട്ടുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഒരു വരുമാനമായി മാറുമെന്ന ഒരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിരുന്നു. ചില പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും പൂർണ്ണതോതിൽ അതിപ്പോഴും
വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് നടപ്പാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരും ഇതേ കാര്യം പറയുന്നുണ്ട്. പക്ഷെ പല ഡാമുകളിലും അങ്ങനെ മണൽ നീക്കമോ അല്ലെങ്കിൽ ഇത്രയും കാലമായി അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ വനത്തിൽ നിന്ന് ഒഴുകി വരുന്ന അല്ലെങ്കിൽ ഈ വൃഷ്ടിപ്രദേശത്ത് നിന്നൊക്കെ ഒഴുകി വരുന്ന പാറയും മറ്റ് തടിക്കഷ്ണങ്ങളും ഒക്കെ തന്നെ ഇത് അടിഞ്ഞുകൂടി കാലങ്ങളായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ വളരെ പെട്ടെന്ന് തന്നെ ഡാമുകൾ നിറയുന്നതിന്, മഴക്കാലത്ത് വളരെ പെട്ടെന്ന് ഡാമുകൾ നിറയുകയും ഡാമുകൾ തുറന്നുവിടേണ്ട സ്ഥിതി ഉണ്ടാകും. വേനൽക്കാലത്താകട്ടെ ഈ ജലലഭ്യത വല്ലാതെ കുറഞ്ഞു പോകുന്ന നിലയുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ഈ ഭൂഗർഭ ജലത്തിന്റെ അളവിലെ കുറവും. ഡാമുകൾ ശുചിയാക്കണമെന്ന ആവശ്യം കാലങ്ങളായി നിൽക്കുന്നതാണ്. ഈ കുടിവെള്ള വിതരണം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് വെള്ളം കലങ്ങും അല്ലെങ്കിൽ വെള്ളം മോശമാകും എന്നൊക്കെ ഉള്ള ഒരു കാര്യം കൊണ്ടാണ് അതിനൊരു പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ചില പുതിയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ജലം കലങ്ങാതെ അല്ലെങ്കിൽ ചെളി കലരാതെ കുടിവെള്ള വിതരണം സാധ്യമാക്കിക്കൊണ്ട് തന്നെ ഡാമുകൾ ശുചീകരിക്കാനുള്ള സംവിധാനമുണ്ട്. അതിലേക്ക് പോയാൽ ഒരു പരിധിവരെയൊക്കെ ഇത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ കാര്യങ്ങൾ നോക്കാനോ ഒക്കെ കഴിയും. പക്ഷേ അതിനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. നമുക്ക് തിരുവനന്തപുരം ജില്ല തന്നെ പരിശോധിച്ചാൽ അമ്പൂരി പോലുള്ള മലയോര മേഖലകളുണ്ട്. വേനൽ ഒന്ന് കടുത്താൽ തന്നെ അവിടെ കുടിവെള്ളമില്ലാത്ത സാഹചര്യമാണ്. കിലോമീറ്ററുകളോളം ആളുകൾ പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഈ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എങ്കിൽ തന്നെയും നഗരവാസികളെയൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ കോർപ്പറേഷന്റെ നഗരസഭയുടെ ജലം അല്ലെങ്കിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ജലം ഇതൊക്കെ തന്നെ ആണ് ആശ്രയമായി ഉള്ളത്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾ, ഈ വില്ലകളിലും മറ്റുമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ടൗണിൽ ചെറിയ സ്ഥലങ്ങളിൽ 2-3 സെന്റിലൊക്കെ വീട് വെച്ച് കഴിയുന്ന ആളുകൾ, ഇവിടെയൊക്കെ തന്നെ കിണറുകളില്ലാത്ത സ്ഥിതിയുണ്ട്. പലർക്കും കുഴൽ കിണറുകളില്ല. ഈ ജലം മാത്രമാണ് ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ 2-3 ദിവസം പോലും വെള്ളമില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ കഴിയാതെ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഓഫീസിൽ പോകാൻ കഴിയാതെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവിടെയാണ് ഈ ജലലഭ്യത വലിയൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ മാർച്ച് കഴിഞ്ഞുള്ള ഇനിയുള്ള മാസങ്ങൾ കൂടി ഇനിയുമുണ്ട് ദിവസങ്ങൾ. 2 മാസത്തിൽ അധികം ഒരുപക്ഷെ അത് വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. വേനൽമഴ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ജലലഭ്യതയിൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. ശരി വിനോദ്, എന്തായാലും നമ്മൾ രാവിലെ 10 മണി മുതൽ പ്രേക്ഷകരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചൂടുമായി ബന്ധപ്പെട്ട ലൈവത്തോൺ എത്തിക്കുകയാണ്. ആ ചൂട് അതിജീവിക്കുന്നത് എങ്ങനെ, ഇപ്പോൾ വിനോദ് പറഞ്ഞതുപോലെ കൂടുതൽ സമയമുണ്ട് ഈ ചൂടിനെ നമുക്ക് പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. വേനൽ നേരത്തെ തുടങ്ങിയെന്നുള്ള ഒരവസ്ഥയുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം ചെയ്യേണ്ടത്, ചൂടിനെ ചെറുക്കാൻ എന്തൊക്കെ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഒപ്പം സർക്കാരിന്റെ ശ്രദ്ധ എവിടെയൊക്കെയാണ് വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, അധികാരികളിലേക്ക് എത്തിക്കും. ജനങ്ങൾ എങ്ങനെ ജാഗ്രത പാലിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യ വിദഗ്ധരടങ്ങുന്ന പാനൽ സംസാരിക്കും. ഇത് 10 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ ലൈവത്തോൺ നിങ്ങൾക്ക് കാണാം.